മാൽദ്വീപ് പോയാലും ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്ത്രപരമായ ഒരു ന്യൂനതയും വരാത്ത രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഭാരതം. ഇതാണ് മോദി പവർ. ഇന്ത്യൻ നാവികസേന ലക്ഷദ്വീപിലെ മിനിക്കോയിൽ താൽക്കാലികമായി സ്ഥാപിച്ച INS ജഡായു സ്ഥിരം സൈനിക താവളമാക്കി വികസിപ്പിച്ചാണ് ഭാരതം മാൽദ്വീപ് പോയാലുള്ള നഷ്ടം നികത്തിയത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുള്ള INS ജഡായുവിന്റെ പ്രവർത്തനശേഷിയും പരിധിയും വിവിധ വെല്ലുവിളികൾ നേരിടാൻ തക്ക വിധത്തിൽ വർദ്ധിപ്പിച്ച് ഏതാണ്ട് സമ്പൂർണ്ണ നാവിക താവളമാക്കി മാറ്റിയിരിക്കുകയാണ് രാജ്യം. എന്തുകൊണ്ടാണ് നിസ്സാരക്കാരായ ഒരു ദ്വീപ് രാജ്യമായ മാൽദ്വീപിന് ഇന്ത്യ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. പാകിസ്ഥാനോടും ചൈനയോട് പോലും കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുക്കുന്ന ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പക്ഷേ വലിയ ആധിപത്യപരമായ മറുപടിയൊന്നും മാൽദ്വീപിനോട് ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതിന് കാരണം ഭൂമിശാസ്ത്രപരമായി മാൽദ്വീപ് സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തിനുള്ള പ്രാധാന്യമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന കടൽപാതകളിൽ വളരെ തന്ത്രപരമായ മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോക വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഊർജ വിതരണവും ഈ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മാൽദ്വീപ് എന്ന രാജ്യത്തിനേക്കാൾ പ്രാധാന്യം ആ രാജ്യം സ്ഥിതി ചെയ്യുന്ന തന്ത്രപരമായ മേഖലയ്ക്കാണ്. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, അതായത് മാർച്ച് ആദ്യവാരം തന്നെ കമ്മീഷൻ ചെയ്യപ്പെടുന്ന ലക്ഷദ്വീപ് ദ്വീപുകളിലെ ഇന്ത്യൻ നാവികസേനയുടെ നേവൽ ബേസ് മാൽദ്വീപിൽ നിന്ന് അധികം ദൂരമല്ല എന്ന് മാത്രമല്ല അതേ സമുദ്രപാതയിലുമാണ്. ഇവിടെ ഇന്ത്യ തങ്ങളുടെ ശക്തമായ നാവിക പ്രതിരോധ കേന്ദ്രം സ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്ര സവിശേഷ സ്ഥാനം മാൽദ്വീപിനുണ്ടോ പ്രതിരോധ തലത്തിൽ അതിനെയൊക്കെ തിരിച്ചടിക്കാനുള്ള ശേഷിയിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ വളർന്നിരിക്കുന്നത്.